പല വീടുകളിലും ചെല്ലുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പേരൻസ് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയും, അച്ഛൻ ഇവനൊരു അക്ഷരം പഠിക്കത്തില്ല, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നിങ്ങനെ ഇവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ അങ്ങ് നിരത്താനായിട്ട് തുടങ്ങും. ഇതവരെ വളർത്തുവോ അതോ തളർത്തുവോ? ഒരാളുടെ തെറ്റ് തിരുത്തേണ്ടത് അത് നാലാളുടെ ഉപയോഗിച്ച് അവനെ അപമാനിച്ചുകൊണ്ടല്ല. എല്ലാവർക്കും ഉണ്ട് ആത്മാഭിമാനം എന്ന് പറയുന്നത്. അതിപ്പോ ആരായാലും, ഒരു പണിക്കാരനാണെ പോലും അവനെ 4 പേരുടെ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടല്ല തിരുത്തേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്നുണ്ട്, നീയും അവന് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. ഇതോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് പബ്ലിക്കായിട്ട് ആ കൊച്ചിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടാ? പബ്ലിക്കായിട്ട് ഒരു വ്യക്തിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ? പലപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ അവർ മരിച്ചു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മരിച്ചു കഴിയുമ്പോൾ അവരെ പറ്റി ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണ്. എന്നാൽ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് 4 പേരുടെ മുമ്പിൽ വെച്ചിട്ട് ആ വ്യക്തിയെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടെ? ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട്, മറ്റൊരാളെ തിരുത്തുമ്പോൾ അത് അവനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അവനോട് പേഴ്സണലായിട്ട് പറയുക, ഇന്നൊരു കുഴപ്പമുണ്ട്. അങ്ങനെ പറയുന്നവർ അവരോട് സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവമാനിക്കാതിരിക്കുക. രണ്ടാമതായിട്ട്, മറ്റൊരാളുടെ നന്മകൾ അത് രഹസ്യമായിട്ടല്ല പറയേണ്ടത്, അത് പരസ്യമായിട്ട് തന്നെ പറയുക. അതുകൊണ്ട് കുറവുകളെ മാത്രം കണ്ടുപിടിച്ച് പരാതികൾ പറയാതെ നന്മയെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിച്ചുകൂടെ? തെറ്റുകൾ തിരുത്തപ്പെടണം, പക്ഷെ ഇത് മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാകരുത്, അതിന് കളങ്കം വരുത്തിക്കൊണ്ടാകരുത്. സ്നേഹത്തോടെ അവരോട് പറയണം, സ്നേഹത്തോടെ അവരെ തിരുത്തണം.